ഹായ് വെൽക്കം ടു മാറ്റ്കം SLC മാത്തമാറ്റിക്സ് ലെക്ചർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളതിനകത്ത് ഓൾമോസ്റ്റ് എന്താണ് പ്രോബബിലിറ്റി, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ത്, പേരുകൾ വരുമ്പോൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങുകളെല്ലാം നടത്തി. പിന്നെ കൂടുതൽ പേരുകൾ മ്യൂച്വൽ പെയറിംഗ് വരുമ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് നമ്മൾ നോക്കിയിട്ടിരുന്നത്. ഇനീഷ്യൽ വീഡിയോസിന്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടതിന് ശേഷം ലാസ്റ്റ് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിന് ഒരു ക്ലാസ് 10ൽ ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്ത് തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ ക്ലാസ് 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. One student is to be selected from each class. 10A 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10Bയിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. ഒരു സ്റ്റുഡന്റിനെ ഓരോ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബോത്ത് ഗേൾസ്? 10Aയിൽ നിന്നും പെൺകുട്ടിയെ കിട്ടണം, 10Bയിൽ നിന്നും പെൺകുട്ടിയെ കിട്ടണം. അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? രണ്ടാമത്തെ പോസിബിലിറ്റി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ട് ക്ലാസ്സിൽ നിന്നും ആൺകുട്ടികളെ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ? ഒരു ക്ലാസ്സിൽ നിന്ന് ബോയ് കിട്ടാം, മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഗേൾ കിട്ടാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഈ ഒരു വേർഡിങ് അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് എന്ന് പറയുന്ന വാക്കുകളിൽ നമ്മൾ അല്പം കെയർഫുൾ ആയിരിക്കണം. സോ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ക്ലാസ്, ദറ്റ് ഈസ് 10Aയിലുള്ളത് 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമാണ്. 10Bയിലുള്ളത് 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് നോക്കിയാൽ ഇവിടെ 50, ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത് 40. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10Aയിൽ നിന്ന് ഒരു സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുന്നു, 10Bയിൽ നിന്ന് ഒരു സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കുള്ള മാക്സിമം പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, മാക്സിമം ഔട്ട്കം അല്ലെങ്കിൽ മാക്സിമം പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A ദറ്റ് ഈസ് 50 × 40 ദറ്റ് ഈസ് ഈക്വൽ ടു 2000. 2000 ബേസിലാണ് ഈ പറയപ്പെടുന്ന കുട്ടികളെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ട് പെൺകുട്ടികളാകാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? രണ്ടും പെൺകുട്ടികളാവാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ എന്താണ്? ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടിയെ കിട്ടണം, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടിയെ കിട്ടണം. ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി എന്ന് പറയുന്നത് 20 പേരാണുള്ളത്. രണ്ടാമത്തെ ക്ലാസ്സിൽ പെൺകുട്ടി എത്രയാണ്? രണ്ടാമത്തെ ക്ലാസ്സിൽ 25 ഗേൾസ്. രണ്ടാമത്തെ ക്ലാസ്സിലുള്ളത് 25 പെൺകുട്ടികളാണ്. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് 20 പെൺകുട്ടികളുടെ പോസിബിലിറ്റിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് 25 പെൺകുട്ടിയുടെ പോസിബിലിറ്റിയാണ്. അപ്പൊ രണ്ടും ഗേൾസ് അവിടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 10Aയിൽ നിന്നുള്ള 20, 10Bയിൽ നിന്നുള്ള 25, 25 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 500. അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 500 ആണ്. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, രണ്ടും പെൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം 100 ഡിവൈഡഡ് ബൈ 2000. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. സോ നമ്മൾ എന്ത് ചെയ്യാം? 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 1/4. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 1/4. ഇനി രണ്ടാമത് എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? അതായത് 10Aയിൽ നിന്നും ആൺകുട്ടിയെ കിട്ടണം, 10Bയിൽ നിന്നും ആൺകുട്ടിയെ കിട്ടണം. 10Aയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? 30. 10Bയിൽ നിന്നുള്ളത് 50. കറക്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 30 × 50. കാരണം രണ്ടിടത്തുനിന്ന് ആൺകുട്ടിയെ കിട്ടിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ബോത്ത് ബീയിങ് ബോയ്സ് ആവത്തുള്ളൂ. അപ്പൊ 30 × 15, 15 × 3 എന്ന് പറയുമ്പോൾ 45. അപ്പൊ 450. സോ ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ആൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 450 ഡിവൈഡഡ് ബൈ 2000. 0 ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9 ഡിവൈഡ് ബൈ 40 എന്ന് കിട്ടും. കാരണം 40 × 5 ആണ് 200. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 40 എന്ന് കിട്ടും. 9 ഡിവൈഡഡ് ബൈ 40. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ അതിനെന്ത് രണ്ട് പോസിബിലിറ്റി നമുക്ക് അവിടെ പറയാൻ പറ്റും. അതായത് 10Aയിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടിയാൽ 10Bയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടിയാൽ മതി. നേരെ തിരിച്ച് 10Aയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടിയാൽ 10Bയിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടിയാൽ മതി. സോ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. രണ്ട് ഡിഫറെന്റ് പോസിബിലിറ്റി വരുമ്പോൾ വൺ പോസിബിലിറ്റി പ്ലസ് അനദർ പോസിബിലിറ്റി ആയിരിക്കും ടോട്ടൽ പോസിബിലിറ്റി. അപ്പം 10Aയിലെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 10Aയിലെ പെൺകുട്ടികളുടെ എണ്ണം 20,
അപ്പൊ എന്ത് ചെയ്യണം? 10 ബിയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടണം. 10 ബിയിൽ നിന്ന് ആൺകുട്ടി എന്ന് പറയുന്നത് 15. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു 300. ദെൻ 10 എയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടണം. 10 എയിൽ 30 ആൺകുട്ടികളുണ്ട്. 10 ബിയിൽ എത്ര പെൺകുട്ടികൾ കിട്ടണം? 10 ബിയിൽ എത്ര പെൺകുട്ടികളുണ്ട്? 10 ബിയിൽ 25 പെൺകുട്ടിയുണ്ട്. 25 ഗുണം 3 75 750. അപ്പൊ നമ്മൾ ഇത് രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറയുമ്പോൾ 1050. 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറയുമ്പോൾ 1050. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഇസ് ഈക്വൽ ടു 1050 ഡിവൈഡഡ് ബൈ 2000. നമ്മൾ ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ you will be getting 21 divided by 40. You will be getting 21 divided by 40. അപ്പോൾ ഓർക്കണം, ഒരു പോസിബിലിറ്റിയെ പറ്റി പറയുന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിനകത്ത് 2 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഓരോ പോസിബിലിറ്റിയും എത്ര വേസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് എടുക്കും. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ആൺകുട്ടി എങ്കിലും ഉണ്ടാവണം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 2 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 10 എയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടാം, 10 ബിയിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടാം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 10 എയിൽ നിന്ന് പെൺകുട്ടിയെ കിട്ടാം, 10 ബിയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടാം. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 10 എയിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടാം, 10 ബിയിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം. കാരണം അറ്റ്ലീസ്റ്റ് ഒരാൾ ഉണ്ടായാൽ മതി. അറ്റ്ലീസ്റ്റ് മീൻസ് നമ്മൾ ആ എടുക്കുന്ന പേരിനകത്ത് ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അവർ പറയുന്ന പോസിബിലിറ്റി. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഒന്നാമത്തെ 10 എയിൽ ആൺകുട്ടികളുടെ എണ്ണം. 10 എയിലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 30 ഇൻറ്റു 10 ബിയിലെ പെൺകുട്ടികളുടെ എണ്ണം 30 ഇൻറ്റു 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 750. 10 എയിലെ പെൺകുട്ടികളുടെ എണ്ണം എത്ര വന്നു? 20. 10 ബിയിലെ ആൺകുട്ടികളുടെ എണ്ണം, 10 ബിയിലെ ആൺകുട്ടികളുടെ എണ്ണം 15. 20 ഗുണം 15 300. നെക്സ്റ്റ് 10 എയിലും 10 ബിയിൽ നിന്നും ആൺകുട്ടികളെ തന്നെ കിട്ടുന്നു. അപ്പൊ 30 ഗുണം 15 450. കൂട്ടിയെടുത്തേ, കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 750 450 1200. 1200 പ്ലസ് 300 എന്ന് പറയുമ്പോൾ 1500. സോ നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, അറ്റ്ലീസ്റ്റ് ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ 2000 ഇസ് ഈക്വൽ ടു 3/4. 1500 ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 3/4. ക്ലിയർ? നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. കാരണം അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, അല്ലെ 2 ആൺകുട്ടി എന്ന് പറയുന്നത് അതിനകത്ത് ആകെ വരാത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2 പെൺകുട്ടി ആവുക എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1 മൈനസ് ബോത്ത് ബീയിങ് ഗേൾസ് ആണ്. ഓക്കെ, 2 പെൺകുട്ടികളാവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 1/4. അപ്പം ബോത്ത് ബീയിങ് ഗേൾസ് പ്ലസ് അറ്റ്ലീസ്റ്റ് 1/1 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് 1/4 എന്ന് പറയുന്ന 3/4. ഈ ആൻസർ എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 1 is asked to say a 2-digit number. ഒരാളോട് ഒരു 2-digit നമ്പർ പറയാനായിട്ട് പറഞ്ഞു. What is the probability of both digit being same? 2 ഡിജിറ്റും ഒരേ ഡിജിറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? So the first digit is being larger than the second digit. Next one, what is the probability of first digit being smaller? അപ്പം ഒന്നാമത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒന്നാമത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ ചെറുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്കറിയാം, ഒരു 2-digit നമ്പർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് നമ്പർ 10ഉം എൻഡിങ് നമ്പർ എന്ന് പറയുന്നത് 99ഉമാണ്. ഇതിനിടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? കാരണം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 10, അടുത്ത 11, അടുത്ത 12. അപ്പൊ ഒന്ന് വീതം കൂടി പോകുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1ഉം ഇതിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 10ഉം അവസാനത്തെ ടേം എന്ന് പറയുന്നത്
99 അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിലുള്ള നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആയിരിക്കും. ലാസ്റ്റ് ടേം എത്രയാണ്? 99 മൈനസ് ഫസ്റ്റ് ടേം 10 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 89 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. മൊത്തം എത്രയുണ്ട്? മൊത്തം നമുക്ക് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 90 ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീങ് സെയിം? 2 ഡിജിറ്റും ഒരേ ഡിജിറ്റ് ആവാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ എന്തൊക്കെ നമ്പറുകളുണ്ട്? 11, 22, 33, 44, 55, 66, 77, 88, 99, 3, 3, 3, 6, 6, 3, 9. അങ്ങനെ മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ട്? മൊത്തം 9 നമ്പർ. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് നമ്പർ എന്ന് പറയുന്നത് 9 പോസിബിലിറ്റി. 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ്? 90. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം 1/10. ഇത് ഏത് പ്രോബിലിറ്റിയാണ്? പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം നമ്പർ. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം നമ്പർ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ. ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതായിരിക്കണം. ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതായിരിക്കണം. ഓക്കെ, ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതായിരിക്കണം. സോ അങ്ങനെ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ 1 കൂട്ടിയുള്ള ആദ്യത്തെ 1 കൂട്ടി വരുന്നതിനകത്ത് ഏത് വരും? 10 വരും. കാരണം 0യേക്കാൾ വലുതാണ്. 10 പോസിബിലിറ്റി ഉണ്ട്. ദെൻ 20 ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ വലുതാണ് 20. ദെൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് 21. പിന്നെയുള്ള പോസിബിലിറ്റി 30, 31, 32, 40, 41, 42, 43, 50, 51, 52, 53, 54, 60, 61, 62, 63, 64, 65, 70, 71, 72, 73, 74, 75, 76, 80, 81, 82, 83, 84, 85, 86, 87, 90, 91, 92, 93, 94, 95, 96, 97, 98. എത്ര എണ്ണം വരുന്നുണ്ട്? 3, 3, 3, 6, 6, 3, 9, 9, 3, 12, 12, 3, 15, 15, 3, 18, 18, 3, 21, 24, 27, 30, 33, 36, 39, 42, 3, 45. അപ്പൊ 45 നമ്പറിനകത്ത് ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതാണ്. അപ്പൊ പ്രോബിലിറ്റി എന്ത് വരും? പ്രോബിലിറ്റി വിൽ ബി ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. മൂന്നാമത് ചോദിച്ചിരിക്കുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബീയിങ് ദ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് സ്മോളർ ദാൻ ദ ലാസ്റ്റ് ഡിജിറ്റ്. Probability of being first digit is smaller than the second digit. First digit is smaller than second digit. Second digitനേക്കാൾ ചെറുതാണ് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഉള്ള നമ്പറിനേക്കാൾ നമ്പറിൽ നിന്ന് ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിജിറ്റും 2 ഡിജിറ്റും ഈക്വൽ ആവുന്നതിനെ കുറച്ചാൽ പോരെ. അപ്പൊ എന്ത് വരും? മൈനസ് number of ways in which first digit larger than second digit, first digit larger than second digit, one thing, plus both digits being same. ഈ രണ്ടെണ്ണത്തിനെ 90 എണ്ണത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാവും എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ 90 മൈനസ് ഇതെത്ര പോസിബിലിറ്റി ഉണ്ട്? ഇതെന്ന് പറയുന്നത് പോസിബിലിറ്റി എന്ന് പറയുന്നത് ദിസ് പോസിബിലിറ്റി ഈക്വൽ ടു ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് മൊത്തം 45, ബോത്ത് നമ്പർ ബീയിങ് സെയിം എന്ന് പറയുന്നത് 9, 45 9 54. സോ 90 മൈനസ് 54 എന്ന് പറയുമ്പോൾ 36. അപ്പൊ പ്രോബിലിറ്റി എന്ത് കിട്ടും? 36 ഡിവൈഡഡ് ബൈ 90
കറക്റ്റ്. 36 ഡിവൈഡ് ബൈ 90. നമ്മൾ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 18 ഡിവൈഡഡ് ബൈ 45. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6 ഡിവൈഡഡ് ബൈ 15. വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 5. 2/5 ആയിരിക്കും പ്രോപ്പർട്ടി. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം. 4 വീഡിയോ കൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റിന് ഡിസ്കഷൻ ആവശ്യമാണെങ്കിലും അതുകൂടി നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video. Please subscribe to our channel. Share with all your friends, teachers, everyone. Keep watching, keep learning. Thanks for watching. Bye.